തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വസ്തുതകളും മറച്ചു വെക്കരുത്, എല്ലാം തുറന്നു പറയണം. അശ്ലീലങ്ങളും വൃത്തികേടുകളും പറയരുതെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം തുറന്നു പറയണം. മണൽ മാഫിയയുടെ കേന്ദ്രമാണ് സഹിച്ചറിയാവുന്ന നാട്. റിയൽ എസ്റ്റേറ്റിനും ബിസിനസ്സാണ് അവിടെ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അവരൊക്കെ ആർജിച്ചിരിക്കുകയാണ്. LDFന്റെ കാൻഡിഡേച്ചറിൽ 6 പേർ LDFിൽ മത്സരിക്കുന്നതിൽ 2 പേർ കോടീശ്വരന്മാരാണ്. 2 പേർ കോടീശ്വരന്മാർ, രക്ഷപ്രഭുക്കളല്ല, കോടീശ്വരന്മാർ. പേര് ഞാൻ പറയുന്നില്ല, കണ്ടുപിടിക്കാം. ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെ എവിടെ വന്നു? ഇതിനൊന്നും അംഗീകാരം കൊടുക്കരുത്. CPMനകത്ത് 63 വർഷം ഞാൻ പ്രവർത്തിച്ചതാണ്, ശരിയാണ്. ആദ്യത്തെ വർഷം അവിഭക്ത പാർട്ടിയായിരുന്നു 63-ൽ. അന്നാണ് പാർട്ടി ചേരുന്നത്. 15 വയസ്സേ ഉള്ളെന്ന്. വള്ളികുന്ന ഹൈസ്കൂളിൽ ഞാൻ പ്രസംഗത്തിനും ഉപന്യാസത്തിനും ഒക്കെ വളരെ മിടുക്കനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിലാണ് പിടിച്ച എന്നെ 15-ാം വയസ്സിൽ. 18 വയസ്സിലെ ചേരാൻ പറ്റുള്ളൂ, പാർട്ടി മെമ്പറാക്കി. അന്നെനിക്ക് പാർട്ടിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. വല്ല SM കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന ഈ തിരുവിതാംകൂറിൽ അറിയത്തുപോലുമില്ല പിണറായി. 1967 പിണറായി വിജയൻ എന്ന ഒരാളെ തിരുവിതാംകൂറിൽ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാറിൽ തലശ്ശേരിയിൽ മാത്രം നിന്നൊരു കാലാണ്. അദ്ദേഹം എല്ലാത്തിനും രക്ഷകർത്തത്തെ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ പോരാടുകയാണ് മത്സരിച്ച് വന്നത്. എന്റെ അനുജൻ രക്തസാക്ഷിയായി, അത് ഞാൻ മറന്നുപോയെന്നാണ് പറയുക. ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ 10 പൈസ പിണറായി വിജയന്റെ നേതൃത്വത്തോടെ അവർ തന്നിട്ടില്ല. ആഞ്ഞലിമരം വിറ്റാണ് ഞങ്ങൾ ആ കേസ് നടത്തിയത്. ആ സംഭവത്തിലേക്ക് നയിച്ചതിന്റെ പുറകിലുണ്ടായിരുന്ന ഗൂഢാലോചനയൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അതിൽ പങ്കെടുത്ത ഒരാളുപോലും കോൺഗ്രസിലില്ലായിരുന്നു, ഒരാൾ പോലും ഇന്നത്തെ UDFിലില്ല. ഇതൊക്കെ എടുത്ത് പറയുകയാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ 2400 പേരെ കൊലപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ആരുമായിട്ടാ കൂട്ടുകൂടിയത്? അവരാരും ഇപ്പം ഇല്ല. ഇതൊന്നുമല്ല ചരിത്രം. ചരിത്രം മാറി, ഇന്ത്യ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വർഗീയശക്തികൾ പിടിമുറുക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സെക്യുലർ ഫോഴ്സുമായി കൂട്ടുചേരണമെന്നുള്ളത് മാർക്സ് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. മാർക്സിനെ അറിയാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. എംഗൽസിനെ വായിക്കാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചാണ് വായിച്ചതെന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഞാൻ അയാളെ പരാജയരാഘവൻ എന്നാണ് വിളിക്കുന്ന. കാരണം 1.5 ലക്ഷത്തിനാണ് ഇപ്പോൾ പാർലമെന്റിൽ തോറ്റത്. 1.5 ലക്ഷം കൊണ്ട് തോറ്റു. അയാൾ എവിടെ വന്ന് പ്രസംഗിച്ചോ അവിടെ LDF തോക്കും. അതാണ് അദ്ദേഹത്തിന്റെ വാഗ്വിലാസം, വിജയരാഘവന്റെ വാഗ്വിലാസം. അപ്പോൾ ഇവിടെ ഈ ജില്ലയിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് UDF പൊതുവിൽ, മുസ്ലിം ലീഗും കോൺഗ്രസും പ്രത്യേകിച്ച് UDF പൊതുവിൽ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാൽ 2 or 1 സീറ്റിലായി LDF ചുരുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് അവിടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടിക്കും ഇവിടെ സ്ഥിരം സീറ്റില്ല. സ്ഥിരമായി ഇവിടെ ജയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ കഴിയില്ല. ആ കാലമൊക്കെ പോയി. എല്ലാവരും മാറി മാറി. അമ്പലപ്പുഴ തന്നെ VS ജയിച്ചു തോറ്റു, ചന്ദ്രനാനന്ദൻ ജയിച്ചു തോറ്റു, സദാശിവൻ ജയിച്ചു തോറ്റു. 124 വോട്ടിന് ഞാൻ ദിനകരനോട് തോറ്റതാണ് പണ്ട് അവിടെ. ഇപ്പം ഞാൻ 3 തവണ തുടർച്ചയായിട്ട് 12,000, 17,000, 23,000 ജയിച്ചു. കഴിഞ്ഞ തവണ എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ മാറുകയാണ്. ഞാൻ മത്സരിച്ച 50,000 വോട്ട് കഴിഞ്ഞ തവണ ജയിക്കുമായിരുന്നു. അപ്പം നമ്മൾ മാറുന്നത്, നമ്മൾ പാർട്ടി അച്ചടക്കം പാലിച്ചു. പാർട്ടി നിന്നപ്പോൾ ഞാനിപ്പോൾ സ്വന്തം, എൻ്റെ തലയിൽ ഭാരമില്ല. ഇപ്പോൾ മഹാകവി ടാഗോർ നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലിയിലെ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് പോലെ where the mind is free, എവിടെ മനസ്സ് സ്വതന്ത്രമായിരിക്കുന്നു, and where the head held high, എവിടെ ശിരസ് സമുന്നതമായിരിക്കുന്നു. ശിരസ് ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായ മനസ്സുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പിതാവേ ആ സ്വർഗത്തിലേക്ക് എൻ്റെ നാടിനെ ഉയർത്തണമേ എന്നാണ് ടാഗോർ പറഞ്ഞത്. അപ്പം സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ്. ആ സ്വാതന്ത്ര്യം പിണറായി വിജയൻ അടിയറ വെക്കാൻ എനിക്ക് പറ്റില്ല, എനിക്കിനി സാധ്യമല്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ എന്നെ പുറത്താക്കിയതല്ല, ഞാൻ രാജിവെച്ച സ്വമേധയാ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുമ്പോൾ ഞാൻ പുതുക്കാതിരുന്നതാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറായാലും പാർട്ടി മെമ്പർഷിപ്പ് മാർച്ച് പുതുക്കിയില്ലെങ്കിൽ മെമ്പർഷിപ്പേ നഷ്ടപ്പെടും. ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. അങ്ങനെ ഞാൻ പാർട്ടിയിൽ നിന്നും ഒഴിവായി. അപ്പോഴും ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചില്ല. പിന്നെ ഈ ഇവിടെ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ സജി ചെറിയാനും സെറ്റുമെല്ലാം വളർത്തുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ അനാവശ്യമായ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ്
മത്സരിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും UDF അതിന് പിന്തുണ നൽകുകയും വിജയത്തിൻ്റെ പാതയിലേക്ക് നമ്മളിപ്പോൾ അമ്പലപ്പുഴയിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയും അതുപോലെ തന്നെയാണ്. തോമസ് വന്ന ശേഷം വലിയൊരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും അത് തന്നെയാണ്. വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഈ വീരവാദങ്ങളെയും അസഭ്യങ്ങളെയും വെല്ലുവിളികളെയും നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന, ടോട്ടൽ കൾച്ചറിനെ നശിപ്പിക്കുന്ന, സാമ്പത്തിക രംഗം മാത്രമല്ല, അത് ആ ഗവൺമെൻറ്, പിണറായിയുടെ ഗവൺമെൻറ്, ഇത് 57 മുതലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളെ പറ്റി വിമർശനം ഉണ്ടാകും. ആ രീതിയൊന്നും അല്ല ഇത് ക്രിമിനലുകൾ അരങ്ങുവാഴുകയാണ്. പരമസുഖമായി ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമാറോ ഇസ് നോട്ട് അവേ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മുടേതല്ല. ഇതാണ് ഇന്നത്തെ CPM നേതൃത്വത്തിന്റെ മുദ്രാവാക്യം. നാളെ നമ്മുടേതല്ലെന്ന് അവർ പറയുന്നു. നാളെ നമ്മുടേതാണ്, നമ്മുടെ ചെറുപ്പക്കാരുടേതാണ്, നമ്മുടെ മക്കളുടേതാണ്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത്.